അർജുന, ശ്വേതാ മേനോനെതിരെ വലിയൊരു പരാതി വന്നിരിക്കുകയാണ്. അത് ചില്ലറ പരാതിയല്ല. കാര്യം ശ്വേതാ മേനോൻ ഇപ്പോ AMMA അല്ലെങ്കിൽ അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പോവുകയാണ്. അത് മോഹൻലാൽ മത്സരിച്ച് വിജയിച്ച് ഇരുന്ന ഒരു സ്ഥാനമാണെന്ന് ആലോചിക്കണം. അവിടെ ശ്വേതാ മേനോനാണ് ദേവനുമാണ് അവസാന ഘട്ടത്തിലേക്ക് പരാതി നൽകിയ വ്യക്തിയുടെ പേര് മാർട്ടിൻ മേനാശ്ശേരി അല്ലെ? മാർട്ടിൻ മേനാശ്ശേരി. ഈ മാർട്ടിൻ മേനാശ്ശേരി നൽകിയ പരാതി എന്ന് പറയുന്നത് ശ്വേതാ മേനോൻ വളരെ വൾഗറായ ചില രംഗങ്ങളിൽ അഭിനയിച്ചു എന്നും ആ അഭിനയിച്ച രംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചില അശ്ലീല സൈറ്റുകളിൽ ഈ വീഡിയോ വിതരണം ചെയ്തു. പോൺ സൈറ്റുകൾ ഉൾപ്പെടെയുള്ള സൈറ്റുകളിൽ ഈ വീഡിയോ വിതരണത്തിന് കൊടുത്തുകൊണ്ട് വലിയ രൂപത്തിലുള്ള പൈസ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് മാർട്ടിൻ മേനാശ്ശേരി കൊടുത്ത പരാതി എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതിൽ തന്നെ ഈ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ട് വിദ്യാർത്ഥികളല്ല കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു പരാതിയാണ് ഇപ്പോ മാർട്ടിൻ മേനാശ്ശേരി നൽകിയിട്ടുള്ളത്. അതെ, പോലീസ് അത് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ആലോചിക്കുന്നത്, നമുക്കിപ്പം കിട്ടുന്ന വിവരമനുസരിച്ച് പോലീസിന് അത് പ്രാഥമികമായ ഒരു തെളിവുകൾ അതിൽ കിട്ടിയിട്ടില്ല. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇതൊരു എന്തായിരിക്കും അഭിപ്രായം? ഇതൊരു വിശ്വസനീയമായ ഒരു കേസാണോ? അല്ലെങ്കിൽ AMMA തലപ്പത്ത് വരുന്ന ശ്വേതാ മേനോനെ അപകീർത്തിപ്പെടുത്തി ഈ മത്സരത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു പണിയായിരിക്കുമോ ഇത്? ഇത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം, അമ്മ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ചിരുന്ന വ്യക്തികളെല്ലാം തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു മോഹൻലാലിന് മുമ്പ് അത് ഇന്നസെന്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പുരുഷ മേധാവിത്വത്തിന്റെ കൈകളിലായിരുന്നു അമ്മ പ്രസിഡന്റ് സ്ഥാനം അല്ലെ? അമ്മ പ്രസിഡന്റ് സ്ഥാനം മാത്രമല്ല, അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ സ്ഥാനങ്ങളും അലങ്കരിച്ചിരുന്നത് പുരുഷന്മാർ തന്നെയായിരുന്നു. ഇന്നിപ്പോ സ്ഥിതി വ്യത്യാസം വന്നിരിക്കുന്നു. ആ ഒരു സ്ഥാനത്തേക്ക് സ്ത്രീകൾ കടന്നെത്തിയിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ശ്വേതാ മേനോന്റെ കടന്നുവരവിനെ ഒരു തടയിടാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം മറ്റു പലരും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടാവും. അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഈ പറയുന്ന ശ്വേതാ മേനോനെതിരെ ഈ പറയുന്ന കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ശ്വേതാ മേനോൻ അങ്ങനെ കടുത്ത അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചതായിട്ട് നമുക്ക് ഏതാണ് പറയാൻ കഴിയുക? രീതി നിർവേദമല്ലാതെ ഏതാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? രീതി നിർവേദമല്ലാതെ അങ്ങനെ അവരേതോ ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചു എന്നാണ് പറയുന്നത്. പരസ്യത്തിൽ വളരെ വൾഗറായിട്ട് അഭിനയിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു കടുത്ത രീതിയിലുള്ള അശ്ലീല ചിത്രത്തിൽ അഭിനയിച്ചതിന്റെ ഒരു ഹിസ്റ്ററി ശ്വേതാ മേനോന്റെ പക്കൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ വൾഗറായിട്ടുള്ള കമന്റ്സ്, ഈ വൾഗറായിട്ടുള്ള പിക്ചേഴ്സ് ഈ പറയുന്ന പോലെ ശ്വേതാ മേനോൻ സൈറ്റുകളിൽ വിതരണം ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിന്റെ ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളതും ബോധ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ബോധ്യപ്പെടാതെ കാലഘട്ടത്തോളം ശ്വേതാ മേനോൻ നിരപരാധി തന്നെയാണ് അല്ലെ? തീർച്ചയായിട്ടും. ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഒന്ന്, വലിയ ഒരു പറ്റം ആളുകൾക്കെതിരെയാണ് ശ്വേതാ മേനോൻ മത്സരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാവുകയും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇതിൽ ഒരു തരത്തിലും പങ്കാളികളല്ലാത്ത, യാതൊരു തരത്തിലും പേരുകൾ ആരും പറയാത്ത കുറെ നടന്മാർക്കെതിരെ ഈ പറയുന്ന മാധ്യമങ്ങൾ അവരെ വലിച്ചു കീറാനും അവരെ ആക്രമിക്കാനും ഒക്കെ ശ്രമിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇരയായിരുന്നു മോഹൻലാൽ എന്ന് പറയുന്ന നടൻ. കാരണം മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആണ് എന്ന ഒറ്റ കാരണം വെച്ചുകൊണ്ട് ഈ പീഡനങ്ങൾക്കെല്ലാം മോഹൻലാൽ പരാതി അല്ലെങ്കിൽ ഈ മോഹൻലാൽ മറുപടി പറയണം എന്ന രീതിയിലായിരുന്നു ആളുകളുടെ എല്ലാം സമീപനമെന്ന് നമുക്ക് അദ്ദേഹത്തെ കൊത്തിവലിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് എവിടെയും വന്നിട്ടില്ല, അദ്ദേഹത്തെ കുറിച്ച് ആരും പരാതി പറഞ്ഞിട്ടില്ല, അദ്ദേഹം എങ്ങനെയും ഈ കേസിൽ ബാധകമല്ല. അല്ല, എനിക്ക് തോന്നുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒരു നടി പോലും അദ്ദേഹത്തിനെതിരെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. അതല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലല്ലോ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താണ് പുറത്തുവിട്ടത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവിട്ട പരസ്യമായി കുറെ നടിമാരും ഈ പറയുന്ന പോലെ അധികം സിനിമയിൽ അധികം ഒരു വലിയൊരു നേതൃത്വ നിരയിൽ ഇല്ലാത്ത നടിമാരെല്ലാവരും രംഗത്തെത്തിയിരുന്നല്ലോ. പല നടന്മാർക്കെതിരെയും ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നല്ലോ. പക്ഷേ അങ്ങനെ ഒരു ആരോപണവും മോഹൻലാൽ എന്നുള്ള നടനെതിരെ ഉയർന്നിട്ടില്ല. പക്ഷെ അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആയിരുന്നില്ല ഇവരാരും വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴി കൊടുക്കുകയോ പറയുകയോ ചെയ്യാത്ത കുറേ അധികം ആളുകളാണ് ഇവിടെ പെട്ടെന്ന് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടായി, എനിക്ക് 25 കൊല്ലം മുമ്പ് ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നത്. അതിൽ പല കേസുകളും ഇപ്പം വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത് നമുക്കിപ്പം ജയസൂര്യക്കെതിരെ വന്ന കേസ് ആലോചിക്കണം. അത്തരത്തിലൊരു കേസ് ജയസൂര്യക്കെതിരെ വന്ന സമയത്ത് ആളുകളെല്ലാം കൂടെ ജയസൂര്യ വലിയ രീതിയിൽ ആക്രമിച്ചു. പക്ഷെ കേരളത്തിലെ SIT അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു സംഭവമേ അവർക്കൊരു തെളിവ് കിട്ടിയിട്ടില്ല. കാരണം അന്ന് സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന കാര്യത്തിൽ 3 മണിക്കൂർ മാത്രമേ സെക്രട്ടേറിയറ്റിൽ ഷൂട്ട് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം SIT സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് അവിടെ ഒരു പെർമിഷനും ഇല്ലായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ പോലും SIT വിളിച്ചിട്ടില്ല. അദ്ദേഹത്തും ഈ ബാലചന്ദ്ര മേനോനെതിരായിട്ടുള്ള കേസും നിവിൻ പോളിക്കെതിരായ കേസും
എന്താണ് സംഭവിച്ചത് നമുക്ക് കൃത്യമായി മനസ്സിലാവുന്നതാണ്. അപ്പൊ അത് അങ്ങനെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വ്യാജ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും വ്യാജ ആരോപണങ്ങൾ അങ്ങനെ ഒരുപാട് ആളുകൾക്കെതിരെ വന്നിട്ടുണ്ട്. അപ്പോൾ മോഹൻലാലിനെതിരെ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹത്തെ ക്രൂശിക്കുന്ന രീതിയിലേക്ക് വരികയൊക്കെ ചെയ്ത സമയത്ത്, ആരോപണങ്ങൾ എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹത്തിനെതിരെ പ്രത്യക്ഷത്തിൽ ഏതെങ്കിലും നടി ഉന്നയിച്ച ആരോപണമല്ല, പക്ഷെ അദ്ദേഹം തെറ്റുകാരനാണ് എന്ന നിലയിലൊക്കെ കുറെ പ്രചാരണങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ഇതിൽ നിന്ന് മാറിയിരുന്നു. ആ സ്ഥാനത്തേക്കാണ് ഇപ്പം ആര് വരുന്നത്? ഈ പറയുന്ന പോലെ ശ്വേതാ മേനോൻ വരുന്നത്. ശ്വേതാ മേനോനും ദേവനുമാണ് മത്സരരംഗത്തുള്ളത്. രണ്ടുപേരും നല്ല മത്സരാർത്ഥികളാണ് എന്നാണ് എൻ്റെ പേഴ്സണലി ഉള്ള അഭിപ്രായം. നല്ല വ്യക്തിത്വങ്ങളാണ്. അവർ വന്നാൽ സംഘടനയ്ക്കുള്ളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പോലെ ഈ കൂട്ടർ, ഈ പറയുന്ന മാർട്ടിൻ മനാച്ചേരിയുടെ നേതൃത്വത്തിൽ അതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടാവും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ, അല്ലെ? അതുകൊണ്ടായിരിക്കാം അതിന് ഈ പറയുന്ന ശ്വേതാ മേനോൻ ഈ പറയുന്ന അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരരുത് എന്നുള്ള ഒരു പിടിവാശി പലർക്കും ഉണ്ടാവാം. അവരാരെങ്കിലും ആയിരിക്കണം ഇദ്ദേഹത്തിന്റെ പിന്നിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കൊണ്ട് ഈ കേസ് ഈ പറയുന്ന പോലെ കുടിപ്പിച്ചത് എന്നുള്ളത് വേണം നമുക്ക് അറിയാൻ കഴിയുന്നത്. അല്ല, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇപ്പൊ രണ്ട് ഭാഗങ്ങളുണ്ടല്ലോ ഇതില്. അപ്പം ശ്വേതാ മേനോൻ ഈ പിന്നെ എന്താണ് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തടയാൻ വേണ്ടി മനഃപൂർവ്വം ശ്വേതാ മേനോനെതിരെ ഒരു കേസ് കൊടുത്തു എന്ന് വേണം നമ്മൾ ഇപ്പം മനസ്സിലാക്കാൻ. കാരണം ഞാൻ പറയുന്നത്, ഇപ്പം ശ്വേതാ മേനോൻ ഏതെങ്കിലും ഒരു വൾഗറായിട്ട് ഏതെങ്കിലും ഒരു പരസ്യ ചിത്രത്തിൽ അഭിനയിച്ചിട്ട് അത് കൊണ്ടുപോയി ഏതെങ്കിലും സൈറ്റിന് കൊടുത്തിട്ട് എങ്ങനെയാണ് ശ്വേതാ മേനോൻ പൈസ ഉണ്ടാക്കുക എന്നാണ് ഒന്നാമത്തെ ചോദ്യം. കാരണം അതിന് ഒരു നിർമ്മാതാവ് ഉണ്ടാവും, പരസ്യത്തിലൊരു നിർമ്മാതാവ് ഉണ്ടാവും. അതെ, പ്രൊഡ്യൂസർക്കാണ് കൃത്യമായിട്ട് അതിന്റെ നല്ലൊരു പങ്ക് പോകും. അതെ, അതിന്റെ അവകാശം മൊത്തം പ്രൊഡ്യൂസർക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ശ്വേതാ മേനോൻ തന്നെ പ്രൊഡ്യൂസർ ആവണം. അതെ, ശ്വേതാ മേനോൻ ആയിരിക്കണം ആ പരസ്യത്തിന്റെ പ്രൊഡ്യൂസർ. അങ്ങനെയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിലൊരു അർത്ഥം അല്ലെങ്കിൽ അതിൽ വലിയ ഗൗരവം ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ രണ്ടാമത്തത്, ശ്വേതാ മേനോൻ ഏതെങ്കിലും ഒരു സൈറ്റിൽ ഇത്തരത്തിലൊരു പരസ്യത്തിന്റെ കൊടുത്തുകൊണ്ട് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലാത്തൊരു നടിയാണ്. കാരണം അത്യാവശ്യം സ്റ്റാർ വാല്യൂ ഉള്ള ഒരു നടിയാണ്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു കൃത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ പൈസ ഉണ്ടാക്കേണ്ട കാര്യം അഥവാ ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ആർക്കും അറിയാൻ ആർക്കും ബോധ്യപ്പെടാവുന്നല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അത് ഈ പോലീസ് പിന്നെ എന്തുകൊണ്ട് കേസെടുത്തു? പോലീസിന് കൃത്യമായിട്ടുള്ള തെളിവുകളില്ല എന്ന് പറയുന്നുണ്ട്. അതായത് പ്രാഥമികമായ തെളിവ് പോലും ശ്വേതാ മേനോനെതിരെ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നതിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ പോലീസിന് മേൽ ഉണ്ടായിട്ടുണ്ടോ? ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ കളിക്കുന്നത്? ഇപ്പം സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കത്തി നിൽക്കുന്നുണ്ട്. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും സാന്ദ്ര തോമസും തമ്മിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും സാന്ദ്ര തോമസിന്റെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലേക്ക് മത്സരിക്കാനുള്ള അവരുടെ ഈ പറയുന്ന മത്സരിക്കാനുള്ള അപേക്ഷയുണ്ടല്ലോ, അത് ഭരണാധികാരി തള്ളുകയും അതിൽ വലിയ പ്രശ്നം ഉണ്ടാവുകയും സുരേഷ് കുമാറും ഈ പറയുന്ന സാന്ദ്ര തോമസും തമ്മിൽ നേർക്കുനേർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അതിൽ മമ്മൂട്ടിക്കെതിരെ ചില വെളിപ്പെടുത്തലൊക്കെ വന്നു. കാരണം മമ്മൂട്ടി സാന്ദ്ര തോമസിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഈ പരാതിയിൽ നിന്ന് പിന്മാറണം, ഇങ്ങനെ പരാതി ഉന്നയിക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ സാന്ദ്ര തോമസ് മമ്മൂട്ടിയോട് എന്നെപ്പോലെ, അതായത് നിങ്ങളുടെ മകൾക്കാണ് ഇത്തരത്തിലൊരു കാര്യം വന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിക്കുന്നു. അങ്ങനെ അപ്പോൾ മമ്മൂട്ടി എനിക്ക് കൂടുതലൊന്നും പറയാനില്ല, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തോളൂ എന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദം കത്തുന്നുണ്ട്. അപ്പൊ അതേപോലൊരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഇതിന് ഇടയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശ്വേതാ മേനോനെ എങ്ങനെയെങ്കിലും ഈ മത്സരത്തിൽ നിന്ന് പിൻവലിപ്പിക്കുക, ആ നടന്മാർക്കിടയിൽ ശ്വേതാ മേനോന്റെ ഒരു ചിത്രീകരിക്കുക. അതിന് പിന്നിൽ ഈ പറയുന്ന ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് ശ്വേതാ മേനോൻ എത്തുന്നതിനെ തടയിടുക. അത് തന്നെയായിരിക്കാം ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ നിഗൂഢമായിട്ടുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും. അപ്പോൾ ആ തരത്തിലുള്ള ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ശ്വേതാ മേനോനെതിരെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ രശ്മി പശുപാലനും അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ ഈ തരത്തിലുള്ള രാഹുൽ പശുപാലൻ, അപ്പൊ രശ്മി പശുപാലൻ എന്നാണല്ലോ അവർ അറിയപ്പെടുന്നത്. അപ്പൊ ആ തരത്തിൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇവിടെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അവർക്കെതിരെ ഒന്നും കേസെടുക്കാതെ ഏതോ ഒരു പരസ്യത്തിൽ അഭിനയിച്ചതിന്റെ ഏതോ ഒരു 1-2 വിഷ്വൽസ് ഏതോ സൈറ്റിൽ പോയി എന്ന് കരുതി അതൊക്കെ ശ്വേതാ മേനോനാണ് ചെയ്യുന്നത്, ഏതൊക്കെയോ കുട്ടികൾ അത് കണ്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാർട്ടിൻ മനാച്ചേരിയെ പോലെ ഒരാൾ രംഗത്ത് വരണമെങ്കിൽ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ചില കാര്യങ്ങളുണ്ട് എന്നാണ്. കാരണം നമ്മളെല്ലാം ചോറ് തിന്ന ആൾക്കാരാണല്ലോ. അപ്പോ ഈ ആരൊക്കെ ഇത്തരത്തിലുള്ള ഇപ്പം ഇൻസ്റ്റഗ്രാം എന്തുകൊണ്ടാണ് ഈ പറയുന്ന പോലെ മാർട്ടിൻ മനാച്ചേരിക്കും കൂട്ടർക്കും ഇത് ഈ പറയുന്ന പോലെ മുന്നേ അദ്ദേഹം ഈ പരാതിയുമായിട്ട് രംഗത്ത് വരാതിരുന്നത്? കൃത്യസമയത്താണ് പരാതി വന്നത്. കൃത്യസമയത്ത് തന്നെ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഈ പറയുന്ന പോലെ മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ രംഗത്ത് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ദുരുദ്ദേശമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീ അമ്മയുടെ തലപ്പത്തേക്ക് വരുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ
എന്താണ് ഇല്ലാതാക്കാനാണ് ഇത്തരത്തിലൊരു ഒരു പരാതി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത്തരത്തിലൊരു പരാതി പോയത് അതിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കണം. അല്ലെങ്കിൽ അത്തരത്തിൽ കൃത്യമായൊരു എന്താണ് ഇതിനൊരു ഒരു വ്യക്തത വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഈ കാര്യത്തിൽ ശ്വേതാ മേനോനെ അവിശ്വസിക്കുന്നില്ല തൽക്കാലം. അതായത് പോലീസ് നമുക്കൊരു തെളിവ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ തൽക്കാലം പിന്നെ പ്രാഥമികമായിട്ടുള്ള തെളിവുകളൊന്നും പോലീസിന് ലഭിക്കാത്തടത്തോളം നമ്മൾ ശോഭാ മേനോൻ ഈ പറയുന്ന വ്യക്തി ശ്വേതാ മേനോനെ അവിശ്വസിക്കേണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും എന്തായാലും കൂടുതൽ അന്വേഷണങ്ങളുടെ സത്യം പുറത്തു വരട്ടെ. തീർച്ചയായിട്ടും ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ഇത്തരത്തിലുള്ള എന്താണ് പുരുഷാധിപത്യത്തിനെ കവച്ചു വെച്ചുകൊണ്ട് ഇത്തരം മേഖലകളിലേക്ക് വരുമ്പോൾ അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണെങ്കിൽ അത് യാതൊരു തരത്തിലും അംഗീകരിക്കാനും കഴിയില്ല.